everyone. In the last class, we have seen various structural measures to protect and safeguard from floods. Now we'll see what are the non-structural measures. Non-structural measures basically means keeping away from the hazardous conditions or the flood water. Okay, so this is because structural solutions are not always possible at every places, because it will be cost intensive, like you need to set up some physical facility and all, which is cost involving. So non-structural measures are other financially viable and practicable solutions. Therefore we will see what are various types of non-structural measures. Like one is floodplain zoning. I think you all know is demarcating or allocating special area or for various activities is called as zoning. So when you take any river, you know that it will it floods and it submerges. The flood banks will be submerged at various levels in various years, right? അതായത് ചില പുഴകളൊക്കെ ചില പ്രത്യേക വർഷങ്ങളിൽ കൂടുതലായിട്ട് കരകവിഞ്ഞ് ഒഴുകുന്ന ഒരവസ്ഥ വരും. ചില വർഷങ്ങളിൽ അത്രമാത്രം ഉണ്ടാവില്ല. അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്ന് അതിൻ്റെ പ്രസിപ്പിറ്റേഷനിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആവാം. ചിലപ്പോൾ ഒരു പുഴയിൽ ദാറ്റ് വി ഹവ് ഓൾറെഡി ഡിസ്കസ്ഡ് ലൈക്ക് ഡീസിൽട്ടിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സ്, സിൽട്ടിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സ്. അതായത് പുഴയിൽ ഒഴുകി വരുന്ന ഈ ഡെബ്രി അതൊക്കെ സെറ്റിൽ ചെയ്യും, അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡെപ്ത് കുറഞ്ഞു വരും. അങ്ങനെ വരുന്ന സമയത്ത് അതിലേക്കൂടി ഒഴുകുന്ന വാട്ടറിൻ്റെ അളവിൽ വ്യത്യാസം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്രയും വാട്ടറിന് അത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ പ്രൊഫൈൽ ഡെപ്ത് കുറഞ്ഞു വരും. സ്വാഭാവികമായിട്ടും അത് കരകവിഞ്ഞ് ഒഴുകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഇപ്പം നിരന്തരമായിട്ട് നമ്മൾ അതിന് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം അതിൻ്റെ. അപ്പം ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഫ്ലഡിങ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ നിലയിൽ നമ്മൾ റെഗുലേഷൻസ് വെച്ചിട്ടാണ് ഈ സോണിങ് ചെയ്യുക. അതായത് ഒരു പുഴയുടെ ഫ്രീക്വൻസി ഓഫ് ഫ്ലഡിങ് എന്തൊക്കെയാണ് എന്നുള്ള കുറേ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഒക്കെ ഉപയോഗിക്കും. അത് വെച്ചിട്ട് അതിൻ്റെ ഫ്ലഡ് പാത്ത്, ഫ്ലഡ് വേ, റൈറ്റ്, സാധാരണയായിട്ടുള്ള. അതുപോലെ തന്നെ ഫ്ലഡ് ഫ്രിഞ്ച് മീൻസ് സം ഓൺ ബോത്ത് സൈഡ്സ് സം certain area will be reserved as flood fringe, where no significant activities are to be settlements are to be made. Okay, so അതിന് ഒരു റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഒരു കൺസ്ട്രെയിൻസ് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ചില ആളുകൾ വീടെടുക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി കൺസിഡേർഡ് ആസ് എൻക്രോച്ച്മെൻറ്റ് ഇൻ സച്ച് ഏരിയാസ്. ഓക്കെ, ആൻഡ് so that is one way of doing. And there are some prerequisites for enforcement of floodplain zoning. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ broad demarcation of the areas which is vulnerable, to flood, and then preparedness of large-scale maps. Okay, large-scale maps of areas vulnerable to floods with contours at an interval of 0.3 to 0.5 meters, and marking of reference river gauge respect to which the area is likely to be inundated for flood, for different magnitudes of flood to be determined. You can just read out this. Okay, then അതുപോലെ തന്നെ regulations of land use in flood prone areas, when there can be different considerations for such regulations. For example, the area which is likely to be affected by floods up to a 10 years, അതായത് റെഗുലേഷൻസ് നമ്മൾ ഫിക്സ് ചെയ്യും. അതിനകത്ത് അത് പലതരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഒരു സ്ഥലത്ത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല റെഗുലേഷൻസും ഫിക്സ് ചെയ്യാം. അതിനെ ഒരു പ്രയോറിറ്റി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, വലിയ മഹാപ്രളയം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഒരു
100 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന വലിയൊരു പ്രളയം അല്ലെ, വലിയ വലിയ ഫ്ലഡ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒക്കറൻസ് എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു ലോങ് പീരീഡിൽ മാത്രം സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും വലിയ വലിയ പ്രളയത്തിനും കാര്യങ്ങൾക്കൊക്കെ. അതേസമയം അത് ചെറുതായി വരുന്തോറും അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് കൂടി വരും. ചിലപ്പോൾ അത് 10 വർഷത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ളൊരു ഫ്ലഡ് സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ 50 വർഷത്തിൽ അല്ലേ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഡിഫൻസ് ഇൻസ്റ്റലേഷൻസ്, ഇൻഡസ്ട്രി, പബ്ലിക് യൂട്ടിലിറ്റി, ഹോസ്പിറ്റൽ, ഇലക്ട്രിസിറ്റി ഇൻസ്റ്റലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് പ്രയോറിറ്റി 1 ആണ്. അതുകൊണ്ട് തന്നെ അത് 100 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള ഫ്ലഡ് സംഭവിച്ചു കഴിഞ്ഞാൽ സബ്മേർജ്ഡ് ആവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ബിൽഡിങ്സും എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇതാണ് അവിടുത്തെ ക്രൈറ്റീരിയ. പ്രയോറിറ്റി 2 എന്ന് പറയുന്നത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് ഓഫീസസ്, യൂണിവേഴ്സിറ്റി, പബ്ലിക് ലൈബ്രറി, അതുപോലെയുള്ള കാര്യങ്ങൾ. അത് ഒരു 25 ഇയേഴ്സ് ഫ്ലഡ്, 25 ഇയേഴ്സ് മുതൽ ഒരു മാക്സിമം ഒരു 10 ഇയേഴ്സ് വരെ, അല്ലെങ്കിൽ അത്രയും ഫ്ലഡുള്ള ആ ഒരു ഫ്രീക്വൻസിയിൽ ഫ്ലഡ് സംഭവിക്കുന്ന സ്ഥലത്ത് മാത്രമേ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതേസമയം 10 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണെങ്കിൽ അവിടെ പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, അതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ക്യാൻ ബി ലൊക്കേറ്റഡ് ഇൻ സച്ച് വൾണറബിൾ ഏരിയാസ്. അവിടെ മറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഒന്നും പാടില്ല. പക്ഷേ അതേസമയം അത് വെറുതെ ഒന്നും എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഒന്നും ഇല്ലാതെ വിടാനും പറ്റില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്ലഡ് പ്രൂഫിംഗ് ഈസ് അനദർ മെത്തേഡ്. വെൻ ഫ്ലഡ് സോണിംഗ് എന്ന് പറയുന്ന ഓരോന്നിനെയും നമ്മൾ based on the priority or based on the concept of keeping people and facilities away from the potential flood zone, നമുക്കതിനെ പല സോണിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. അതല്ലാതെ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയും. ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സേ ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇത് ശ്രദ്ധിക്കാം, അതിലെന്താണ് എഴുതിയിരിക്കുന്നത്. ഫ്ലഡ് പ്രൂഫിംഗ് മെഷേഴ്സ് help greatly in the mitigations of distress and provide immediate relief to the populations in flood-prone areas. It is essentially the combination of structural change and emergency action, not involving any evacuations. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഫ്ലഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. അതേസമയം അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫിസിക്കൽ ഫെസിലിറ്റി നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഫ്ലഡ് പ്രൂഫ്. അവിടെ ഫ്ലഡ് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതൊരു ഇറ്റ് കുഡ് ബി എ സ്ട്രക്ചറൽ ഫീച്ചർ, സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ ദ സെൻസ് ഇറ്റ് കുഡ് ബി എ റേസ്ഡ് പ്ലാറ്റ്ഫോം വെയർ പീപ്പിൾ ക്യാൻ സേഫ്ലി ദേ ക്യാൻ occupy that position and protect themselves from the flood. അവിടെ തന്നെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഫെസിലിറ്റീസും അതുപോലെയുള്ള ബേസിക് കമ്മ്യൂണിറ്റീസ് കാര്യങ്ങളും അത്തരത്തിലുള്ള റേസ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഹാൻഡ് പമ്പ്സ്, ബോർവെൽസ് എക്സെട്ര above the flood level. So these are the another technique which can be employed to protect us from flood. Okay, ഒന്ന് വായിച്ച് നോക്കാം. ബേസിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരിക്കണം. ലൈക്ക് ഓക്കെ, ആൻഡ് ദെൻ ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ്. Flood forecasting which enables us to forewarn as to when the river is going to use its floodplain or flood എപ്പോഴാണ് ഫ്ലഡ് സംഭവിക്കാമെന്നും and to what extent and for how long. Okay, and flood the forecast of a flood which may be for the water level means stage forecast, അതിൽ എത്ര ഏത് ഹൈറ്റിലാണ് വാട്ടർ ഫ്ലഡ് ഉണ്ടാവുകയെന്നും അതുപോലെ ഡിസ്ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വിച്ച് ഫ്ലോസ് പെർ സെക്കൻഡ് ഓർ പെർ മിനിറ്റ് ഓർ പെർ അവർ എന്ന് പറയാം. അപ്പോൾ അതുപോലെയുള്ള ഡിസ്ചാർജ് റേറ്റും ആൻഡ് ഏരിയ വിച്ച് ഇസ് ലൈക്ലി ടു ബി സബ്മേർജ്ഡ് അറ്റ് വേരിയസ് പോയിൻറ്റ്സ്, പെർട്ടിക്കുലർ സ്റ്റേഷൻസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. സോ ഓവറോൾ നമുക്ക് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലെ കൂടിയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി ഇൻഫർമേഷൻ ലഭിക്കും അവിടെ ഫ്ലഡ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്കൊരു ഫ്ലഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു റേസ്ഡ് പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട്, പക്ഷേ എപ്പോഴാണ് ഇപ്പോൾ പെട്ടെന്നൊരു ഫ്ലഡ് സംഭവിക്കുകയില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ആളുകൾക്ക് ഓടി വന്ന് അത്
they won't be getting early warning and all. So they will come to know only when the flood happens, right? So they'll be having then they'll get only very less time to go and occupy that raised platform and all. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നദികളൊക്കെ മഴക്കാലത്ത് നദിയൊക്കെ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പെരിനിയൽ റിവേഴ്സ് ആയിരിക്കില്ല, അതൊക്കെ വറ്റിപ്പോവും. അങ്ങനെയുള്ള സമയത്ത് ഒരു മഴക്കാലം തുടങ്ങുന്ന സമയത്തായിരിക്കാം ഈ വെള്ളം പെട്ടെന്ന് ആ നദിയിലേക്ക്